എന്താ എന്താ ഒരു ബഹളം? മോളെ ദേ. അയ്യോ, ഇത് ആരാ എന്റെ മുമ്പിൽ നിൽക്കുന്നത്? അയ്യോ ഇതാരാ എന്റെ മുമ്പിൽ നിൽക്കുന്നത്? സാക്ഷാൽ ദേവി. അയ്യോ ഭഗവാനെ, അമ്മേ, അയ്യോ അമ്മേ, മഹാമായേ, തമ്പുരാട്ടി, അയ്യോ അയ്യോ ദേവി, അയ്യോ മഹാമായേ, അയ്യോ ദേവിയെ കൊണ്ടുവന്നു. ഭഗവാനെ എനിക്ക് തരാൻ ഭഗവാനെ, എനിക്ക് താ ഭഗവാനെ, ദേവിയെ ഭഗവാനെ. കിട്ടി ദേവി, കിട്ടിപ്പോയി, എനിക്ക് ദേവിയെ കിട്ടി. ദേവി അമ്മ, അമ്മ ഓ ഭഗവാനെ, ദേവി എന്റെ തമ്പുരാട്ടി. വിഗ്രഹമല്ലേ ചെറിയച്ഛന്റെ കയ്യിലിരിക്കുന്നത്? അതെ. ഭഗവാനെ, വിടാൻ വേണ്ട ദേവി, എന്റെ ദേവിയാ. ഭഗവാനെ വിട്, ഭഗവാനെ പോ. ചെറിയച്ച അപ്പൊ അതിനു വേണ്ടിയാണോ പൃഥ്വി പതുങ്ങി നടന്നത്? വാ നോക്കാം. വിഗ്രഹം ചെറിയച്ഛൻ റൂമിനകത്തേക്ക് കൊണ്ടുപോയല്ലോ. എന്താ ചെയ്യാ? എന്ത് ചെയ്യും? നാളെ രാവിലെ എന്തായാലും ഒരു തീരുമാനമാവും. നമുക്ക് നോക്കാം. ശരി വാ. ശരി.
സദേവേട്ടാ സദേവേട്ടാ ഒന്ന് എഴുന്നേറ്റേ. എനിക്ക് മതിയടി. ഇത് കണ്ടോ സദേവേട്ടാ? സോഡ ഉണ്ട്, നീ ഉപ്പോട് ഒഴി. ഒരു ബോധമില്ല സദേവേട്ടാ. സോഡ വെള്ളം വേണ്ട. 30 നളിനി ചേച്ചി, ചന്ദ്രമതി ചേച്ചി, മഹിയേട്ടാ, പൂർണിമേ ചേച്ചി, പൂർണിമേ. എന്താ മഹിയേട്ടാ, എന്താ ഇവിടെ? എന്താ ചെറിയമ്മേ? എല്ലാരും ഒന്ന് ഓടി വന്നേ. ഇവരൊക്കെ എവിടെ പോയി കിടക്കുവാ? മഹിയേട്ടാ ചേച്ചി, എന്താ അവിടെ റൂമിലെന്താ? റൂമിലൊരു വിഗ്രഹം ഇരിക്കുന്നു. വിഗ്രഹോ? അതെവിടുന്നാ? അറിയില്ല ചേച്ചി. സഹദേവനാണെങ്കിൽ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നുമില്ല. ഒന്ന് വാ മഹിയേട്ടാ. ദേ ചേച്ചി, ഇതാ. എന്താ എന്താ ഒരു ബഹളം? അയ്യോ, പോയാലോ? വാ. ഇത് എന്താ എന്താ നോക്കമ്മേ. എല്ലാരും ഉണ്ടാവും. ഇനിയിപ്പോ എന്താ ചെയ്യാ? വാ. എന്താ ഈ വിഗ്രഹം എങ്ങനെ ഇവിടെ വന്നത്? അതെനിക്കും അറിയില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ആദ്യം കണ്ടത് ഈ വിഗ്രഹോ. ചെറിയച്ചനോട് ചോദിച്ചില്ലേ ചെറിയമ്മേ? വിളിച്ചിട്ടൊന്നും എഴുന്നേറ്റ് പോലും ഇല്ലല്ലോ. എന്നാലല്ലേ ചോദിക്കാൻ പറ്റൂ. ഇന്നലെ രാത്രി കുടിച്ചത് കുറച്ച് അധികമായി പോയി കാണും. അതായി എഴുന്നേൽക്കാത്ത. വിഗ്രഹം അങ്ങനെ അകത്ത് വന്നെന്ന് നീരജയ്ക്ക് അറിയില്ലെങ്കിൽ പിന്നെ സഹദേവന് മാത്രമേ അറിയാൻ വഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. സഹദേവാ, സഹദേവാ, എനിക്ക് സഹദേവ എണീക്ക്.